ചൂട് കൂടുകയാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പീക്ക് ഹവറിൽ 5031 മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ തുടർന്നാൽ വൈദ്യുതി ക്ഷാമം ഉണ്ടായേക്കുമെന്നാണ് KECBയുടെ വിലയിരുത്തൽ. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് ചൂടും ക്രമാതീതമായി ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവത്തിൻ്റെ തുടർ നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശാലിനിയുണ്ട്. ശാലിനി, ഈ ചൂടുകാലത്ത് വൈദ്യുതി ഉപഭോഗം വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉപഭോഗമാണ് പീക്ക് സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒരു കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകുന്നു. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ കുടിശ്ശിക വലിയ തോതിൽ ഉയരുന്നുണ്ട്. KECB വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടല്ലേ? ഉമേഷ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നല്ല ചൂട് കാലമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം അതൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതേസമയം തന്നെയാണ് വൈദ്യുതി ബോർഡും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചരിത്രത്തിൽ ആദ്യമായി, പക്ഷേ മുൻ വർഷങ്ങളിലൊന്നും തന്നെ ഈ മാർച്ച് മാസത്തിൽ ഇത്രയധികം വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ബോർഡ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിലും ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. അന്ന് 10.3 കോടി യൂണിറ്റാണ് പ്രതിദിനം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിന്റെ ഭാഗമായി കത്തിയിരിഞ്ഞത് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. പക്ഷേ ഈ വർഷം അത് കുറെ കൂടി നേരത്തെ ആയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി വൈദ്യുതി ബോർഡ് നടത്തുന്നുണ്ട്. അതായത് 10 കോടി യൂണിറ്റിലേക്കാണ് ഇപ്പോൾ പ്രതിദിന ഉപയോഗം എത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 10.02 കോടി യൂണിറ്റാണ് സംസ്ഥാനത്തിന് മാത്രം വേണ്ടി വന്നത്. ഇതിൽ കൂടുതലും പുറത്തുനിന്ന് കടം വാങ്ങിയുള്ള അല്ലെങ്കിൽ കടമെടുത്തുള്ള വൈദ്യുതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. കുടിശ്ശിക കിടക്കുന്നു. ഒപ്പം തന്നെ വിവിധ ജലവൈദ്യുത പദ്ധതി മേഖലകൾ അവർക്ക് കുടിശ്ശിക നൽകാനുണ്ട്. ഇതൊക്കെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ബോർഡിനെ കൂടി പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വരും ദിവസങ്ങൾ കൂടി ഇക്കണക്കിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് തരത്തിലേക്ക് എത്തും എന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം ബോർഡിന് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്താൻ വേണ്ടി ഉന്നതതല യോഗം ചേരുന്നത്. നാളെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഉന്നതതല യോഗം ചേരുന്നത്. പ്രധാനമായും ഈ വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി യോഗം വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്ഥിതി രൂക്ഷമാവുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാം, ഒപ്പം കൂടുതൽ അധികമായി വൈദ്യുതി കടമെടുക്കേണ്ടി വരുമോ, അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താനുള്ള നടപടികൾ ഈ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണനയിലാണ്. അതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സർചാർജ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പരിഗണനയിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗം ചേർന്നപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത് മാർച്ചിലും ഈ 19 പൈസ എന്നുള്ള സർചാർജിൽ തന്നെ തുടരാമെന്നുള്ളതാണ്. പക്ഷേ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ, അധിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനെ മറികടക്കാൻ സർചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ യോഗം വിലയിരുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മിക്ക ജില്ലകളിലും താപനില ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ മിക്ക വീടുകളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ AC-യുടെ ഉപയോഗം കൂടിയതാണ് ഇത്രയധികം വൈദ്യുതി ഉപഭോഗത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യത തെളിഞ്ഞത് എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷനും ഒപ്പം തന്നെ വൈദ്യുതി ബോർഡും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള തടയിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നാളത്തെ യോഗം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ വീണ്ടും താപനില ഉയരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ആ ഘട്ടങ്ങളിലാണെങ്കിൽ എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം, അല്ലെങ്കിൽ അതിനെ ഏത് പരിധി വരെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായ അജണ്ട വൈദ്യുതി നിയന്ത്രണം എന്നതിലുപരി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക മാത്രമല്ല KECB ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ അളവ് വർദ്ധിക്കുകയാണ്. അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് KECB എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർചാർജ് വർദ്ധിപ്പിക്കുക, വൈദ്യുതി നിരക്ക് വർധന ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അതിനൊരു പ്രതിവിധിയായി മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലേ?
തീർച്ചയായും ഉമേഷ്, അങ്ങനെ ഒരു നടപടിയിലേക്കായിരിക്കും ഒരുപക്ഷെ സർക്കാർ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും. പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് വൈദ്യുതി ബോർഡ് കടന്നു പോകുന്നത്. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള കടമെടുപ്പ്, ഒപ്പം തന്നെ ആ കടമെടുപ്പിന്റെ കുടിശ്ശികയടക്കം തിരികെ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം, ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ സർചാർജ് വർധന, ഒപ്പം തന്നെ വൈദ്യുതി നിരക്ക് വർധന, ഇത് രണ്ടും തന്നെയായിരിക്കും പ്രധാനമായും അജണ്ടയിലേക്ക് വരിക. അതിലൊരു അന്തിമ തീരുമാനം ഈ പറഞ്ഞതുപോലെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരാണ് അറിയിക്കേണ്ടത്. ഇവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിടയിൽ അങ്ങനെ ഒരു വർധനവ് കൂടി വരുവാണെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് നാളത്തെ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു വൈദ്യുതി നിരക്ക് വർധന അല്ലെങ്കിൽ സർചാർജ് വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ ചെറിയ സമയത്തെ അരമണിക്കൂർ ഇടവേളകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ കടക്കാനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷകളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്തിമമായ ഒരു തീരുമാനം കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെയാണ് നിർണായകമായിട്ടുള്ള ഉന്നതതല യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമേഷ്.